നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതിജീവിതയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. തീർപ്പാക്കിയ കേസിൽ ഉപഹർജി നൽകിയ നടപടി നിയമപരമാണോ എന്ന കാര്യവും ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. തന്റെ ഭാഗം കേൾക്കാതെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് അതിജീവിത ആരോപിക്കുന്നത്. ലഭിച്ച മൊഴികൾ അനുസരിച്ച് സെക്ഷൻ ജഡ്ജി അന്വേഷണം നടത്തിയില്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ഉപഹർജിയിലെ ആവശ്യം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സുപ്രധാന തെളിവാണ് മെമ്മറി കാർഡ്. അതീവ സുരക്ഷയിൽ സൂക്ഷിക്കേണ്ട ഈ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറംലോകം അറിഞ്ഞത്. 3 കോടതികളിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ. 2018 ജനുവരി 9 രാത്രി 9:56 അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദാണ് മെമ്മറി കാർഡ് ഇത്തരത്തിൽ ആദ്യം പരിശോധിച്ചത്. ഈ സമയത്ത് മജിസ്ട്രേറ്റിന്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്നു മെമ്മറി കാർഡ്. അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മജിസ്ട്രേറ്റിന്റെ മൊഴി. 2018 ഡിസംബർ 13 ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനാണ് അനധികൃതമായി 2ാം തവണ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത്. രാത്രി 10:58 നടന്ന ഈ പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി. എന്നാൽ ജഡ്ജി നിർദ്ദേശിച്ചതോ എന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടില്ല. കൂടാതെ 2021 ജൂൺ 19 വിചാരണ കോടതി ശിരസ്താറും മെമ്മറി കാർഡ് പരിശോധിച്ചു. തന്റെ വിവോ ഫോണിലാണ് ശിരസ്താർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചത്. ഈ ഫോൺ 2022 ട്രെയിൻ യാത്രക്കിടെ നഷ്ടമായെന്നും താജുദ്ദീൻ മൊഴി നൽകി. ഹൈക്കോടതി ജഡ്ജിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നിരുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിനെതിരെയായിരുന്നു ആരോപണം ഉയർന്നത്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ജസ്റ്റിസ് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചെന്നായിരുന്നു റിപ്പോർട്ടിലുള്ളത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും 1 വർഷത്തിലേറെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മെമ്മറി കാർഡ് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം എന്നിരിക്കെയാണ് ജഡ്ജിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഗുരുതര വീഴ്ച സംഭവിച്ചിരുന്നത്. കോടതി ജീവനക്കാരുടെ മൊഴിയിൽ ജസ്റ്റിസിനെതിരെ ഗുരുതര പരാമർശമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലർക്ക് ജിഷാദിന്റേതുമായിരുന്നു മൊഴി. അനധികൃത പരിശോധനകളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും തെളിവുകൾ കസ്റ്റഡിയിലെടുക്കുകയോ നടപടികൾ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ഇത് സംബന്ധിച്ച് അതിജീവിത തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത് അനീതിയും ഞെട്ടിക്കുന്നതുമാണ്. എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതായിരുന്നു. പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ്. ഈ കോടതിയിൽ എന്റെ സ്വകാര്യത നിലവിൽ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഏറെ ഭയപ്പെടുത്തുന്നതാണെന്നുമാണ് അതിജീവിത പറഞ്ഞിരുന്നത്.